നമസ്കാരം, ന്യൂസ് സ്കാനിലേക്ക് ഏവർക്കും സ്വാഗതം. പലസ്തീനിലെ ജനങ്ങൾക്ക് ഒരു ഗുണവുമില്ലാത്ത ഹമാസ് എന്ന ഭീകര സംഘടന ഒരു ദയയും കരുണയും കാണിക്കാതെയാണ് ഗാസയിലെ നിരപരാധികളെ മനുഷ്യ കവചമായി ഉപയോഗിച്ച് അവർക്ക് പെടുമരണം വാങ്ങി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാനുള്ള ഹീനമായ നീക്കങ്ങളുടെ ഭാഗമായി ആഗോള ഇസ്ലാമിക തീവ്രവാദികളുടെയും അനുഭാവികളുടെയും ദൗർബല്യങ്ങൾ മുതലെടുത്ത് പ്രചണ്ഡമായ ഇരവാദവും കരച്ചിലുമായിട്ടായിരുന്നു അവർ മുഴക്കിക്കൊണ്ടിരുന്നത്. അതൊക്കെ തൊണ്ട തൊടാതെ വിഴുങ്ങിയ മിക്കവരും ഹമാസ് എന്നാൽ പലസ്തീനാണെന്ന് ധരിച്ചു വശായി ഹമാസിനെ പോരാളികളെന്നും സേനാനികളെന്നുമൊക്കെ വിശേഷിപ്പിച്ച് അവരെ പിന്തുണയ്ക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം പലസ്തീൻ അതോറിറ്റി ഇസ്ലാമിക തീവ്രവാദത്തിന് കുഴലൂതുന്ന അൽ ജസീറ ടിവിക്ക് നിരോധനം ഏർപ്പെടുത്തിയതോടെ ഹമാസ് ഭീകരതയുടെ കള്ളത്തരങ്ങളും കാപട്യങ്ങളുമെല്ലാം പച്ചയ്ക്ക് പൊളിച്ചടുങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. നടക്കാത്ത യുദ്ധങ്ങളുടെയും വാസ്തവമല്ലാത്ത സ്ഫോടനങ്ങളുടെയും ഇല്ലാത്ത ഇരകളുടെയും വീഡിയോകളും ചിത്രങ്ങളുമെല്ലാം ക്രിയേറ്റ് ചെയ്ത് നട്ടാൽ കുരുക്കാത്ത നുണകളുടെ മേമ്പൊടിയോടെ പ്രചരിപ്പിക്കുകയും പലസ്തീൻ ജനതയെ കലവറ കൂടാതെ വഞ്ചിക്കുകയും അവർക്കിടയിൽ കലഹത്തിന്റെ വിത്ത് വിതയ്ക്കുകയും ചെയ്തു എന്നാണ് ഹമാസിനെ കട്ടയ്ക്ക് പിന്തുണച്ച അൽ ജസീറ ടെലിവിഷനെ കുറിച്ച് പലസ്തീൻ അതോറിറ്റി മുന്നോട്ട് വയ്ക്കുന്ന ചാർജുകൾ. എന്തായാലും അൽ ജസീറയെ വിലക്കിയതോടെ പലസ്തീൻ എന്നാൽ ഹമാസ് അല്ല എന്നും ഹമാസ് എന്ന പക്ക തീവ്രവാദി സംഘടന പലസ്തീന് ഗുണം വരുത്താനല്ല ഈ ചോരക്കളികളെല്ലാം നടത്തുന്നത് എന്ന് ലോകം മുഴുവനുമുള്ള ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലായിരിക്കുകയാണ്. ഈ കണ്ട കാലം മുഴുവൻ ഹമാസിന്റെ ഭീകര നടപടികൾക്ക് നേരെ കണ്ണടയ്ക്കുകയും മാരകമായ നഷ്ടങ്ങൾ അനുഭവിച്ചിട്ടും മിണ്ടാതിരിക്കുകയും ചെയ്ത പലസ്തീൻ അതോറിറ്റി അടിയന്തിരമായി തീവ്രവാദ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി നിലപാടെടുക്കുകയും അൽ ജസീറയെ പൂട്ടിക്കെട്ടുകയും ചെയ്തത് അമേരിക്കൻ പ്രസിഡന്റായി ജയിച്ച് ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കുന്നതിന് മുന്നോടിയായി ഇസ്ലാമിക തീവ്രവാദി തട്ടകങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ ഭാഗമായി തന്നെയാണ് സംഭവിച്ചത്. തീവ്രവാദികളോട് യാതൊരു വിട്ടുവീഴ്ചയും ഇല്ലാത്ത കർശന നിലപാടുമായി ഒരു ഘട്ടത്തിൽ ലോക പോലീസിന്റെ തലപ്പത്തിരുന്ന ട്രംപ് വീണ്ടും അതേ സ്ഥാനത്തേക്ക് ജയിച്ച് എത്തിയപ്പോൾ തന്നെ ലോകക്രമത്തിൽ പല മാറ്റങ്ങൾ സംഭവിച്ച് തുടങ്ങിയിരിക്കുകയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ്. എന്നാൽ യൂറോപ്പിൽ നടക്കുന്ന റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ചും പശ്ചിമേഷ്യയിലെ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തെക്കുറിച്ചും വരാൻ പോകുന്ന വ്യക്തമായ നിലപാടുകൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ കാലത്ത് തന്നെ ട്രംപ് പറഞ്ഞിരുന്നതാണ്. അതെല്ലാം കൃത്യമായി നിറവേറിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ. കഴിഞ്ഞ ഡിസംബർ 2 ഇസ്രായേലിയ ബന്ദികളെ അടിയന്തരമായി റിലീസ് ചെയ്യണമെന്ന് വ്യക്തമായ മുന്നറിയിപ്പ് ട്രംപ് ഹമാസിന് നൽകിയതാണ്. 34 ബന്ദികളെ ഉടനെ വിട്ടയക്കാമെന്ന് ഹമാസ് സമ്മതിക്കുകയും അതിനുള്ള ഉത്തരവ് ഉടനെ ഉണ്ടാകുമെന്ന് US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ വെളിപ്പെടുത്തുകയും ചെയ്തതാണ്. എന്നാൽ കാര്യങ്ങൾ എങ്ങും എത്തിയില്ല. ഇപ്പോഴിതാ കട്ടക്കലിപ്പിൽ രംഗത്തിറങ്ങിയ ട്രംപ് താൻ സ്ഥാനമേൽക്കും മുൻപ് ഗാസയിലെ ഇസ്രായേൽ ബന്ദികളെ മോചിപ്പിച്ചില്ല എങ്കിൽ ഹമാസിന് സംഭവിക്കുന്നത് സർവനാശമായിരിക്കുമെന്നും അത് ആർക്കും ഗുണകരമാകില്ല എന്നുമുള്ള അന്തിമ നിലപാട് ഒരിക്കൽ കൂടി ആവർത്തിച്ചിരിക്കുകയാണ്. If those hostages aren't back, I don't want to hurt your negotiation. If they're not back by the time I get into office, all hell will break out in the Middle East. And it will not be good for Hamas, and it will not be good, frankly, for anyone. All hell will break out. I don't have to say anymore, but that's what it is. And they should have given them back a long time. They should have never taken them. There should have never been the attack of October 7th. People forget that. But there was, and many people are killed. They're no longer hostages. I have people from Israel and others calling, begging me to get, we had also people there from the United States, just so you know. They're holding some so-called hostages from the U.S. But I've had mothers come to me and fathers crying, can I get the body of their son back? Can I get the body of their daughter back? That beautiful girl where they threw her in the car, pulled her by her ponytail and threw her in the car like she was a sack of potatoes. I said, what happened to her? Sir, she's dead. Like a 19, 20-year-old beautiful girl. And the way they treated her. And I just say it this very simply. Steve's got a job to do. He's a great guy, great negotiator, great person. They respect him over there already. It's what we needed over there. We have people that know everything about the Middle East, but they can't speak properly. They don't know.
He's a great negotiator. That's what I needed. I could have sent that gentleman right over there, Hussein. He's a great negotiator. There are people, they're rare. Great negotiators are very rare, like a great surgeon. But we have the right person. But I tell this, I don't want to hurt the negotiation. If the deal isn't done before I take office, which is now going to be 2 weeks, all hell will break out in the Middle East. ഫ്ലോറിഡയിലെ മാർ അലാഗോയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോഴായിരുന്നു ട്രംപ് അന്തിമ നിലപാട് ആവർത്തിക്കുന്ന സാഹചര്യമുണ്ടായത്. അനുരഞ്ജന ചർച്ചകളെ ദുർബലപ്പെടുത്താൻ ഇല്ലെന്നും ഹമാസ് ഇസ്രായേലിനെ തടവിലാക്കരുതായിരുന്നു എന്നും എന്നാൽ ഇപ്പോഴുള്ള ബന്ദികളെ നേരത്തെ റിലീസ് ചെയ്യേണ്ടതായിരുന്നുവെന്നും ഇനി ഒരുപാട് നാളുകളൊന്നും അവർ തടവറയിൽ കിടക്കേണ്ടി വരില്ല എന്നും ഇസ്രായേലികളും അമേരിക്കക്കാരുമായ ബന്ദികളുടെ ബന്ധുക്കൾ തന്റെ സഹായം തേടിയിരിക്കുകയാണ് എന്നും തടവറയിൽ കിടക്കുന്നവരുടെ അപ്പനമ്മമാർ കരഞ്ഞുകൊണ്ട് തന്നോട് ചോദിച്ചത് മക്കളുടെ മൃതദേഹമെങ്കിലും കാണാൻ കഴിയുമോ എന്നായിരുന്നുവെന്നും ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ഇനി അവശേഷിക്കുന്നത് എന്നും അതിന് ഉള്ളിൽ ഹോസ്റ്റേജുകളെ തിരിച്ച് ഇസ്രായേലിൽ എത്തിച്ചില്ല എങ്കിൽ ഹമാസിന് അത് കനത്ത ദോഷമായിരിക്കുമെന്നും മധ്യപൂർവേഷ്യയിൽ പെയ്യാൻ പോകുന്നത് തീമഴയായിരിക്കുമെന്നും മേലും കീഴും നോക്കാതെ കത്തിച്ച് ചാമ്പലാക്കും എന്നും എവിടെ ചെന്നാലും ആളുകൾ സംസാരിക്കുന്നത് ഗാസയിൽ മനുഷ്യത്വ രഹിതമായി തടവിലാക്കപ്പെട്ടവരെ കുറിച്ചാണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതുകൊണ്ട് മനുഷ്യരാശിക്കെതിരെ ഇത്തരം നിഷ്ഠൂര പ്രവർത്തനങ്ങൾ നടത്തുന്നവർ അതിന് കനത്ത വില നൽകേണ്ടി വരുമെന്ന് മറ്റ് ഇസ്ലാമിക തീവ്രവാദികൾക്ക് കൂടി മുന്നറിയിപ്പായി ട്രംപ് പറഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാം ട്രംപ് അധികാരത്തിൽ എത്തിയാൽ എന്താണ് ഈ തീവ്രവാദി സംഘടനകൾക്ക് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളത്. തടവറയിൽ നിന്ന് തങ്ങളുടെ പൗരന്മാരെ തിരികെ എത്തിക്കുക എന്നത് ഇസ്രായേലിന്റെ പ്രതിജ്ഞയാണ് എന്നും അതുവരെ ഈ യുദ്ധം നിർത്തില്ല എന്നും തങ്ങൾ നൽകിയ സൂചനകൾ അംഗീകരിച്ച് തങ്ങളുടെ പൗരന്മാരെ തിരികെ എത്തിച്ചാൽ ഇപ്പോൾ ശേഷിക്കുന്ന ഹമാസന്മാർക്ക് ജീവനോടെ ഇരിക്കാം, അല്ലെങ്കിൽ ഹമാസിന്റെ ഓർമ്മ പോലും ഭൂമിയിൽ ഉണ്ടാവില്ല എന്ന് നെതന്യാഹുവും പറഞ്ഞിരിക്കുകയാണ്. ഹമാസിന്റെ തടവറയിൽ ഇപ്പോൾ 93 ഇസ്രായേൽ പൗരന്മാർ ഉണ്ട് എന്നാണ് കണക്കാക്കുന്നത്. അതിൽ ചിലരെ അടിയന്തരമായി വിട്ടയക്കാമെന്ന് പറഞ്ഞിട്ടും നടപ്പിലാകാത്തത് അവരിൽ പലരെയും ഹമാസ് തീവ്രവാദികൾ ക്രൂരമായി കൊന്നു കളഞ്ഞതിനാൽ ആണ് എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അത് ഉറപ്പിച്ചുകൊണ്ട് തെക്കൻ ഗാസയിലെ റാഫയിലെ ഒരു തുരങ്കത്തിൽ നിന്ന് യൂസഫ് സിയോദിന എന്നയാളിന്റെ അദ്ദേഹത്തിന്റെ മകനായ ഹംസ സിയോദിനയുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തുകയുണ്ടായി. അതിന്റെ അടുത്ത് നിന്ന് നിരവധി മൃതദേഹങ്ങളുടെ അവശിഷ്ടങ്ങളും കണ്ടെത്തുകയുണ്ടായി. ഇത് റാഫയിൽ നടന്ന യുദ്ധത്തിൽ സംഭവിച്ചതാണോ അതോ ഹമാസ് കൊന്നതാണോ എന്ന വിവരം പരിശോധിച്ചു വരികയാണ്. ഏതായാലും ബന്ദികൾ എല്ലാവരും ജീവനോടെ ഉണ്ടെന്ന് ഇസ്രായേൽ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അതിനാൽ ബന്ദികളുടെ മോചനത്തിന്റെ പേരിലുള്ള സാവകാശങ്ങൾ ഒന്നും ഹമാസിന് നൽകേണ്ടതില്ല എന്നും ഹമാസ് ഭീകരതയെ റൂട്ട് ഔട്ട് ചെയ്തേക്കും എന്നുമാണ് IDFന് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ. എങ്കിലും ട്രംപ് പറഞ്ഞ 10 ദിവസങ്ങൾ കൂടി ഹമാസിന് ലഭിച്ചേക്കാം. അത് സമയം തീരുകയും ബന്ദികൾ ഇസ്രായേലിൽ എത്താതിരിക്കുകയും ചെയ്താൽ ഹമാസ് എന്ന ഭീകര സംഘം ചരിത്രത്തിൽ തിരോഭവിക്കുക തന്നെ ചെയ്യും. അത് എത്രത്തോളം ക്രൂരമായിരിക്കും എന്ന് മാത്രം നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുള്ളൂ. കഴിഞ്ഞ കുറെ കാലമായി കനേഡിയൻ പ്രധാനമന്ത്രിയായിരുന്ന ജസ്റ്റിൻ ട്രൂഡോ കടുത്ത ആശയക്കുഴപ്പത്തിലായിരുന്നു. എന്ത് തള്ളണം എന്തൊക്കെ കൊള്ളണം എന്നറിയാത്ത വല്ലാത്ത ഒരു ആശയക്കുഴപ്പം. അതിന്റെ മൂർധന്യതയിൽ ട്രൂഡോ പല വിഭ്രാന്തികൾ പുലമ്പുകയും ആരെയും മെക്കിട്ട് കയറാൻ പോകാത്ത ഇന്ത്യ എന്ന നമ്മുടെ മാതൃരാജ്യത്തെ പലവട്ടം പ്രകോപിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായി. എല്ലാറ്റിന്റെയും ഒടുവിൽ പ്രധാനമന്ത്രി പദം ഒരു വലിയ മുൾക്കിരീടമായി മാറിയ ട്രൂഡോയുടെ ജനപ്രീതി നാൾക്ക് നാൾ ഇടിയുകയും 2015 മികച്ച വിജയത്തോടെ ട്രൂഡോ അധികാരത്തിൽ വന്നുവെങ്കിലും അടുത്ത 2 തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം പോലും കിട്ടാതെ ചില ഉപജാപക സംഘങ്ങളുമായി കൂടി ഭരണം നിലനിർത്തേണ്ട ഗതികേടിലേക്ക് ട്രൂഡോ കൂപ്പുകുത്തി വീഴുകയുമായിരുന്നു. അങ്ങനെ 9 വർഷം നീണ്ട ഭരണത്തിന്റെ ഒടുവിൽ കുന്നോളം അരക്ഷിതാവസ്ഥകൾ കാനഡയ്ക്ക് കൊടുത്തിട്ട് ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ച് പടിയിറങ്ങിയിരിക്കുകയാണ്. I intend to resign as party leader, as prime minister, after the party selects its next leader through a robust, nationwide, competitive process. Last night, I asked the president of the Liberal Party to begin that process. This country deserves a real choice in the next election, and it has become clear to me that if I'm having to fight internal battles,
I cannot be the best option in that election. As you all know, I am a fighter, and I am not someone who backs away from a fight, particularly when a fight is as important as this one is. But I have always been driven by my love for Canada, by my desire to serve Canadians, and by what is in the best interest of Canadians. And Canadians deserve a real choice in the next election. And it has become obvious to me with the internal battles that I cannot be the one to carry the Liberal standard into the next election. വാർത്താ സമ്മേളനം വിളിച്ചാണ് ജസ്റ്റിൻ ട്രൂഡോ തന്റെ രാജിപ്രഖ്യാപനം നടത്തിയത്. 9 വർഷം അധികാരത്തിൽ ഇരുന്ന ശേഷം പടിയിറങ്ങുന്ന ട്രൂഡോ ലിബറൽ പാർട്ടിയുടെ തലപ്പത്ത് നിന്ന് സ്ഥാനമൊഴിഞ്ഞേക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. തന്റെ സർക്കാരിനെ താങ്ങി നിർത്തുന്നു എന്ന കാരണത്താൽ ഇന്ത്യ വിരുദ്ധ ശക്തികളെ പരിധിക്ക് മുകളിൽ പ്രീണിപ്പിക്കേണ്ടതായി വന്ന ട്രൂഡോയുടെ ജനപ്രീതി കുത്തനെ ഇടിയുകയും ഡിസംബർ 16-ന് ട്രൂഡോ ക്യാബിനറ്റിലെ ഉപപ്രധാനമന്ത്രിയും ധനമന്ത്രിയുമായിരുന്ന ക്രിസ്റ്റീന ഫ്രീലാൻഡ് ട്രൂഡോയോട് വിയോജിപ്പ് പ്രകടിപ്പിക്കുകയും കടുത്ത ഭാഷയിൽ ട്രൂഡോയെ വിമർശിക്കുകയും ചെയ്തുകൊണ്ട് രാജിവെക്കുകയായിരുന്നു. അതോടെയാണ് ട്രൂഡോയുടെ പതനം പൂർത്തിയാകുന്നത്. 2 മാസങ്ങൾക്ക് മുൻപ് ഏകദേശം 20ഓളം എംപിമാർ ട്രൂഡോയുടെ രാജി ആവശ്യപ്പെട്ട കത്തിൽ ഒപ്പിട്ട് രംഗത്ത് വന്നതോടെ ട്രൂഡോയുടെയും സർക്കാരിന്റെയും ജനപ്രീതി കുത്തനെ ഇടിഞ്ഞിരുന്നു. പണപ്പെരുപ്പം, ഭവന പ്രതിസന്ധി, കുടിയേറ്റം തുടങ്ങി നിരവധി പ്രതിസന്ധികൾ കാരണമാണ് ട്രൂഡോ രാജിവെച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും പ്രീണന രാഷ്ട്രീയം കളിച്ച് പിടിപ്പുകേടിന്റെ പര്യായമായി മാറുകയും അതോടെ കാര്യങ്ങൾ കംപ്ലീറ്റ് ട്രൂഡോയുടെ കയ്യിൽ നിന്ന് വഴുതി പോവുകയുമായിരുന്നു എന്നുള്ളതാണ് സത്യം. കാനഡ ഒരു ട്രഡീഷണൽ ക്രിസ്ത്യൻ രാജ്യമായിരുന്നുവെങ്കിലും ഭരണം നിലനിർത്താൻ വേണ്ടി ബൈബിൾ വിരുദ്ധ LGBTQ അടക്കമുള്ള സംഘടനകളെ അഴിഞ്ഞാടാൻ അനുവദിക്കുകയും ലെഫ്റ്റ് ലിബറൽ ഇസ്ലാമിക് സമൂഹത്തോട് ട്രൂഡോ കാട്ടിയ മൃദു സമീപനവും കാനഡയ്ക്ക് സമ്മാനിച്ചത് കടുത്ത അരക്ഷിതാവസ്ഥകളായിരുന്നു. അതൊന്നും അദ്ദേഹത്തിന്റെ ഭരണത്തിന്റെ ആദ്യഘട്ടത്തിൽ വെളിപ്പെട്ടിരുന്നില്ല എങ്കിലും 3-ാം ഘട്ടത്തിൽ സ്ഥായിയായ ഭാവം കാട്ടി പുറത്തു വരികയായിരുന്നു ഇതെല്ലാം. ഖലിസ്ഥാനികളുടെ ഇന്ത്യ വിരുദ്ധതയും ഇസ്ലാമിസ്റ്റുകളുടെ ഇസ്രായേൽ വിരുദ്ധതയും ക്രൈസ്തവ വിരുദ്ധതയും എല്ലാം അതിന്റെ പരകോടിയിൽ എത്തിയിരുന്ന കാലമായിരുന്നു ട്രൂഡോയുടെ ഭരണകാലം. കാലങ്ങൾക്ക് മുൻപ് നടന്ന കാര്യങ്ങളുടെ പേരിൽ കത്തോലിക്ക സഭയെ നിശിതമായി വിമർശിക്കുകയും സുവിശേഷ പ്രഘോഷണങ്ങൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ചില പ്രത്യേക മതസ്ഥരെ സുഖിപ്പിക്കുകയും അവരുടെ ആശയങ്ങളെ കയറൂരി വിടുകയും ചെയ്യുന്ന സാഹചര്യമാണ് ട്രൂഡോ സൃഷ്ടിച്ചെടുത്തത് കാനഡയിൽ. താലിബാന്റെയും ഹമാസിന്റെയും ഇസ്ലാമിക് സ്റ്റേറ്റിന്റെയും പതാകയും ഏന്തി പ്രകടനം നടത്താൻ പോലും കാനഡയിൽ ചിലർക്ക് കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ട്രൂഡോയുടെ രാജി വളരെ നിർണായകമാകുന്നത് 10 ലക്ഷത്തോളം പോകുന്ന സിഖ് വംശജരെ പ്രീണിപ്പിക്കുവാൻ കടുത്ത ഇന്ത്യ വിരുദ്ധ നിലപാടുകളും ഇന്ത്യയെ വിഭജിക്കണമെന്ന ആശയവും തീവ്രമായി കൊണ്ടു നടക്കുന്ന ഹർദീപ് സിംഗ് നിജാറിന്റെ പെടുമരണം ഇന്ത്യയുടെ മേൽ ചാർത്തിക്കൊണ്ട് ഇന്ത്യക്കെതിരെ നടത്തിയ കരുനീക്കങ്ങളോടെയാണ് ട്രൂഡോ തനിക്ക് തന്നെ കുഴി തോണ്ടുന്ന സാഹചര്യമുണ്ടായത്. ജനാധിപത്യത്തിന്റെ മറവിൽ ഭീകരതയോട് സന്ധി ചെയ്യുന്ന രീതികൾ അവലംബിക്കുന്ന കാനഡ 1985-ൽ ഇന്ത്യയുടെ ഇന്റലിജൻസ് മുന്നറിയിപ്പുകൾ അവഗണിച്ച് എയർ ഇന്ത്യയുടെ വിമാനം തകർക്കാൻ ഭീകരർക്ക് സാഹചര്യം ഒരുക്കി. അന്ന് 329 പേരെയായിരുന്നു ഭീകരന്മാർ കൊന്നുതള്ളുന്ന സാഹചര്യമുണ്ടായത്. ആ ക്രൂരകൃത്യം ചെയ്തവരെ രക്ഷിക്കാനായിരുന്നു അന്ന് കാനഡ ശ്രമിച്ചത്. എന്നിട്ടും കാനഡയുമായുള്ള നയതന്ത്ര ബന്ധം ഉലയാതെ നന്നായി തന്നെ ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോവുകയുണ്ടായി. പക്ഷേ ഇന്ത്യയെ പിളർത്താൻ തക്കം പാർത്തിരിക്കുന്ന ഖലിസ്ഥാനികളുടെ സിഖ് വോട്ട് ബാങ്ക് സംരക്ഷിക്കുവാൻ, ഖലിസ്ഥാനികളെ സന്തോഷിപ്പിക്കാനാണ് ട്രൂഡോ ഇന്ത്യക്കെതിരെ തിരിയുന്ന സാഹചര്യമുണ്ടായത്. അത് അദ്ദേഹത്തിന് വിനയായി മാറുകയായിരുന്നു. നിജാർ എന്ന കടുത്ത ഇന്ത്യ വിരുദ്ധനായ ഖലിസ്ഥാനി കാനഡയിൽ വെച്ച് ആൺപിള്ളേരുടെ വെടിയുണ്ട ചങ്കിൽ കൊണ്ട് പടമായി ഭിത്തിയിൽ കയറി അതിന്റെ പിന്നിൽ ഇന്ത്യയാണ് എന്നും ഇന്ത്യ തന്നെയാണ് എന്നും ഇന്ത്യ മാത്രമാണ് എന്നും പറഞ്ഞ് നിജാറിന് വേണ്ടി ട്രൂഡോ ഉണ്ടാക്കിയ പുകിലുകൾ ചില്ലറയല്ലായിരുന്നു. ഇന്ത്യക്കെതിരെ ചലിച്ചവനെ തീർത്തത് ഇന്ത്യ തന്നെ ആയിരിക്കാം. പക്ഷേ അത് ഒരു ഈച്ച പോലും അറിഞ്ഞില്ല, തെളിവുകളും ഇല്ല. എന്നിട്ടും ഇന്ത്യൻ സർക്കാരിന്റെ ഏജന്റുമാരാണ് നിജാറിനെ തീർത്തതെന്ന് പറഞ്ഞ് പരത്തുകയും G20 ഉച്ചകോടിക്കായി ഇന്ത്യയിൽ എത്തിയപ്പോഴും അത് തന്നെ ആവർത്തിക്കുകയും ഇന്ത്യക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുകയും കാനഡയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ സഞ്ജയ് കുമാർ വർമ്മയ്ക്കും മറ്റ് ഇന്ത്യൻ ഉദ്യോഗസ്ഥർക്കുമെതിരെ നടപടിയെടുക്കുവാനുമാണ് ട്രൂഡോ തുനിഞ്ഞത്. അതേ നാണയത്തിൽ ഇന്ത്യയും മറുപടി കൊടുക്കുകയായിരുന്നു. അങ്ങനെ ഖലിസ്ഥാനികളെ കണ്ട് ഇന്ത്യയെ ചൊറിയുകയും ഇന്ത്യയുടെ സമചിത്തതയും നയതന്ത്രജ്ഞതയും കണ്ട് ഇന്ത്യ ഭയന്നു എന്ന് കരുതി മുന്നോട്ടു പോകുന്ന ട്രൂഡോ, അതിനിടയിലാണ് ട്രൂഡോയുടെ ഇന്ത്യ വിരുദ്ധ നീക്കങ്ങളുടെ മുകളിലേക്ക് പ്രഹരം ഏൽപ്പിച്ചുകൊണ്ട്
അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് പ്രസിഡന്റായി ജയിച്ചു കയറി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. തന്റെ പ്രഥമ ഭരണത്തിൽ തന്നെ ട്രൂഡോയെ സ്കെച്ചിട്ട് നിർത്തിയിരുന്ന ട്രംപ് 25% ഇറക്കുമതി ചുങ്കം വെച്ചുകൊണ്ട് കാനഡയ്ക്കിട്ട് 8ന്റെ പണി കൊടുക്കുകയായിരുന്നു. അതോടെ അടിമുടി തകർന്നുപോയ ട്രൂഡോ ഡൊണാൾഡ് ട്രംപിന്റെ കാലിൽ വീണു എങ്കിലും കാനഡയെ പിരിച്ചുവിട്ട അമേരിക്കയുടെ 51ാമത്തെ സ്റ്റേറ്റായി ഒപ്പം കൂടിക്കോളാനായിരുന്നു ഡൊണാൾഡ് ട്രംപിന്റെ മറുപടി ഉണ്ടായത്. ആകെ ഇളിംഭനായ ട്രൂഡോയുടെ ജനപ്രീതി അതോടെ സമ്പൂർണമായി നിലംപൊത്തുകയായിരുന്നു. 65% നിന്ന് 22%ആയാണ് ജസ്റ്റിൻ ട്രൂഡോയുടെ കാനഡയിലെ ജനപ്രീതി ഇടിയുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെ ഗത്യന്തരമില്ലാതെ രാജിവെക്കാൻ ട്രൂഡോ നിർബന്ധിതനാവുകയായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ പാർട്ടി അല്ല എങ്കിൽ സംഭവിക്കുവാൻ പോകുന്നത് വളരെ ദയനീയമായ പരാജയം ഓപ്പോസിഷൻ പാർട്ടിയോട് ഉണ്ടാകും എന്നുള്ളത് തന്നെയായിരുന്നു. അങ്ങനെയാണ് ട്രൂഡോ രാജിവെക്കാൻ നിർബന്ധിതനാകുന്നത്. മോദിയോടും ട്രംപിനോടും മുട്ടാൻ ഇറങ്ങിയത് തന്നെയാണ് ട്രൂഡോയ്ക്ക് പറ്റിയ ഏറ്റവും വലിയ അബദ്ധം. മല്ലയുദ്ധത്തിന് ഇറങ്ങുമ്പോൾ അത് തനിക്ക് പോന്നവനോട് ആയിരിക്കണം എന്നും അല്ലെങ്കിൽ കുപ്പായത്തിൽ മണ്ണ് പറ്റും എന്നുമുള്ള തിരിച്ചറിവ് വന്നപ്പോഴേക്കും ട്രൂഡോയ്ക്ക് അധികാരം വിട്ടിറങ്ങി വീട്ടിൽ ഇരിക്കേണ്ടി വന്നു. ആളും തരവും നോക്കാതെ ഭീകരവാദികൾക്ക് വേണ്ടി ഇന്ത്യക്കിട്ട് മുട്ടിയ ട്രൂഡോയുടെ ഭരണം 10 കൊല്ലം പോലും എത്താതെ അങ്ങനെ നിലം പൊത്തുകയായിരുന്നു. ബ്രിട്ടീഷ് പെൺകുട്ടികളെ ഡേ കെയർ സെന്ററുകളിൽ നിന്നും മറ്റും തട്ടിക്കൊണ്ടുവന്ന് ലൈംഗികമായി പിച്ചി ചീന്താൻ വേണ്ടി മൃഗങ്ങളെ പോലെ കുറച്ചുനാൾ അവരെ വളർത്തുകയും ഏകദേശം 10 വയസ്സോളം പ്രായമാകുമ്പോൾ വളരെ ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും മർദ്ദിക്കുകയും വിൽക്കുകയും കൊല്ലുകയും ചെയ്ത ക്രൂരകൃത്യത്തിന് ശിക്ഷിക്കപ്പെട്ടത് അനേകം പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ കുടിയേറ്റക്കാരായിരുന്നു. ബ്രിട്ടനിലെ പ്രധാനപ്പെട്ട നഗരങ്ങളായ റോദർഹാം, റോച്ച്ഡെയിൽ, ടെൽഫോർഡ് എന്നിവിടങ്ങളിൽ 1980 മുതൽ 2020 വരെയുള്ള 4 പതിറ്റാണ്ടുകളായി മാനവകുലത്തിനെതിരായ ഈ മാരക തിന്മ ഇവർ പെൺകുരുന്നുകളുടെ മേൽ ആവർത്തിക്കുകയായിരുന്നു. അനിതര സാധാരണമായ ഈ ചൂഷണ നടപടികൾ തുടങ്ങി 10 വർഷത്തിന് ശേഷം 90കളുടെ തുടക്കത്തിൽ കെയർ ഹോം മാനേജർമാർ തങ്ങളുടെ സംരക്ഷണത്തിലുള്ള കുട്ടികളെ ടാക്സി ഡ്രൈവർമാർ തട്ടിക്കൊണ്ടു പോകുന്നു എന്ന റിപ്പോർട്ടുകൾ അന്വേഷിച്ചപ്പോഴാണ് ദുരുപയോഗത്തിന്റെ തെളിവുകൾ ആദ്യമായി ശ്രദ്ധിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായത്. ഒരു കുടുംബത്തിൽ നിന്നുള്ള നിരവധി ആളുകൾ കുറ്റവാളികളുടെ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. ഈ വിഷയം അധികരിച്ച് ഷെക്കേന നടത്തിയ ചർച്ചയിൽ ഉണ്ടായ ഇതിനെക്കുറിച്ച് നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്, കേൾക്കുക. എനിക്ക് തോന്നുന്നു 1 വർഷത്തിനുള്ളിൽ തന്നെ ഏകദേശം 16,000-ന് മുകളിൽ പെൺകുട്ടികൾ പീഡനത്തിന് ഇരയാകുന്ന സാഹചര്യം ഉണ്ടായി എന്ന് ഉള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. പക്ഷെ അതിൽ ഏകദേശം മൊത്തത്തിൽ എനിക്ക് തോന്നുന്നത് അവര് കൃത്യമായി ഇൻവെസ്റ്റിഗേഷനോട് അനുകൂലിച്ച ആളുകളുടെ എണ്ണം ഏകദേശം 1400-നോടടുത്താണ്. കേസന്വേഷണത്തിൽ ആദ്യം പോലീസ് ഇടപെടാൻ വിസമ്മതിച്ചതിനെ കുറിച്ച് തന്നെ പോലീസ് പറയുന്നത് അവർക്കെല്ലാം ഉള്ള ഒരു ഭയം എന്ന് പറയുന്നത്, അതുപോലെ തന്നെ ബ്രിട്ടീഷ് പൊളിറ്റീഷ്യൻസിനും ഇതിനെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു ഭയം എന്ന് പറയുന്നത് ഈ എത്തിനിസിറ്റിക്കെതിരെ സംസാരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭയം, അത് അവരെ ഭയങ്കരമായിട്ട് അലട്ടിയിരുന്നു എന്നുള്ളതാണ്. ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ഈ ഇസ്ലാമിക ഭീകരവാദികൾ, അല്ലെ ഇസ്ലാമിക റാഡിക്കലൈസ്ഡ് ആയിട്ടുള്ള ആളുകൾ നടത്തിയിട്ടുള്ള ക്രൂരമായ പീഡനങ്ങളുടെ, സ്ത്രീകളോട് നടത്തിയിട്ടുള്ള പീഡനങ്ങളുടെ എല്ലാം സമാനമായ ഒരവസ്ഥ അതിന്റെ ഈ ബ്രിട്ടന്റെ ഒരു നിയമ വ്യവസ്ഥയുടെ നൂലാമാലകൾ ഉപയോഗിച്ച് ഇവർ നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ പെൺകുട്ടികളെ ഇവർ എങ്ങനെയാണ് കുടുക്കിയത് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ ചെറിയ പെൺകുട്ടികൾ, നമുക്കറിയാം 11-12 വയസ്സുള്ള ആ പ്രായത്തിലുള്ള പെൺകുട്ടികളെ ആ പെൺകുട്ടികളെ ഇപ്പോൾ അവര് സ്വീറ്റ്സ് കൊടുത്തോ, അതും അല്ലെങ്കിൽ അതുപോലുള്ള ഭക്ഷണ സാധനങ്ങൾ കൊടുത്തോ, അങ്ങനെ അതുപോലെ പാർക്കുകളിൽ കൊണ്ടുപോയി അവരെ എന്തെങ്കിലും കളിപ്പാട്ടം പോലുള്ള അവർക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മേടിച്ചു കൊടുത്തോ ഒക്കെ അവർ കയ്യിലെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പിന്നെ അതുപോലെ തന്നെ അതിലും അല്പം കൂടെ പ്രായം കൂടിയ പെൺകുട്ടികളെ ഇവര് ആൽക്കഹോള് അതുപോലുള്ള ഡ്രഗ് അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്ത് ഇവർ കീഴടക്കുന്ന സാഹചര്യം എന്ന് വെച്ചാൽ അത് ഇനീഷ്യൽ സ്റ്റേജ് ആണ്. ഇപ്പോൾ ഒരു പെൺകുട്ടി ഒരു സംഭവം പറഞ്ഞത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്, ഈ പെൺകുട്ടി വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ ഒരാൾ ടാക്സിയിൽ വരുന്നു, ടാക്സിയിൽ വന്ന് വെച്ചിട്ട് നിരന്തരമായി ഞാൻ ലിഫ്റ്റ് തരാം, വീട്ടിൽ കൊണ്ടുവിടാം എന്ന് പറഞ്ഞ് ഒരുപാട് നേരം ഈ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നു. പെൺകുട്ടി കോൺസ്റ്റന്റ് ആയിട്ട് പറയുന്നു വേണ്ട വേണ്ട എന്ന് പറഞ്ഞ് പോകുന്ന സാഹചര്യം. പക്ഷെ പുറകെ നടന്ന് ഇയാൾ ശല്യപ്പെടുത്തുന്നു. അവസാനം ഈ പെൺകുട്ടി തിരിഞ്ഞ് ഓടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പെൺകുട്ടിയെ ചീത്ത വിളിച്ച് ഇയാൾ കടന്നു പോകുന്നു. 2010-ൽ 12 മുതൽ 16 വയസ്സ് പ്രായമുള്ള പെൺകുട്ടികൾക്കെതിരായ ലൈംഗിക അതിക്രമത്തിന് 5 പാകിസ്ഥാൻ കുടിയേറ്റ പുരുഷന്മാർ ശിക്ഷിക്കപ്പെട്ടതോടെയാണ് ഭീകരമായ ഈ ലൈംഗിക ചൂഷണത്തിന്റെ ചുരുളുകൾ അഴിയുന്ന സാഹചര്യമുണ്ടായത്. ഭരണകക്ഷിയായ ലേബർ പാർട്ടിയുടെ ഏറ്റവും വലിയ വോട്ട് ബാങ്കുകളിൽ ഒന്നാണ് പാകിസ്ഥാൻ കുടിയേറ്റക്കാർ.
ഇപ്പോൾ ഭരിക്കുന്ന ലേബർ പാർട്ടിയുടെ. അതിനാൽ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത ഈ തെമ്മാടികളെ പൊരുന്നിപ്പിടിച്ച് വോട്ട് ബാങ്ക് സംരക്ഷിക്കേണ്ട പരമഗതികേടാണ് ബ്രിട്ടന്റെ മേൽ വന്നു ഭവിച്ചത്. അതുകൊണ്ട് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഗ്രൂമിംഗ് സംഘങ്ങൾ പെൺകുട്ടികളെ ലൈംഗികമായി ചൂഷണം ചെയ്യുന്നത് നിയമത്തിന്റെ മുൻപിൽ എത്തിക്കാതെ ഭരണവർഗത്തിന്റെ ഒത്താശയോടെ UK-യിലെ പോലീസ് ബോധപൂർവം മറച്ചുവെക്കുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. എന്നാൽ 2018-ൽ ബ്രിട്ടീഷ് പാർലമെന്റിലെ ഹൗസ് ഓഫ് ലോർഡ്സ് കൂടിയിരിക്കുമ്പോൾ UK ഇൻഡിപെൻഡന്റ് പാർട്ടിയുടെ നേതാവും വ്യവസായിയുമായ ലോർഡ് മാൽക്കം പിയേഴ്സൺ എന്ന അംഗം ബ്രിട്ടനിലെ കൊച്ചു പെൺകുട്ടികളെ പിച്ചി ചീന്തുന്ന ഈ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ നരാധമന്മാരെ കുറിച്ച് സഭയെ കൃത്യമായി തന്നെ ബോധിപ്പിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. Because these girls are usually raped several times a day. And so if we accept the views of our lead police officer for child protection, of Rotherham's MP, and of the recent Jay and Quilliam reports, we seem to be looking at millions of rapes of white and Sikh girls by Muslim men, only 222 of whom have been convicted since 2005. So, my lords, will the government ask our Muslim leaders whether the perpetrators can claim that their behavior is sanctioned in the Quran and to issue a fatwa against it? അതൊരു ചരിത്ര നിമിഷമായിരുന്നു. 1997-നും 2013-നും ഇടയിൽ റോദർഹാമിൽ ഏകദേശം 1400 കുട്ടികൾ ലൈംഗികമായി ദുരുപയോഗം ചെയ്യപ്പെട്ടു എന്നും പ്രതികൾ മുഴുവൻ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ കുടിയേറ്റക്കാരായ പുരുഷന്മാർ ആണെന്നുമുള്ള മാൽക്കം പിയേഴ്സന്റെ ആ വാക്കുകൾ കേട്ട സഭ ചില നിമിഷങ്ങളിലേക്ക് സ്തബ്ധരായി ഇരുന്നു പോവുകയായിരുന്നു. കാരണം തങ്ങളുടെ രാജ്യത്ത് മാന്യമായി വിദ്യാഭ്യാസം ചെയ്ത് നല്ല കുടുംബിനികളായി, മൂല്യമുള്ള വ്യക്തികളായി സമൂഹത്തിൽ ജീവിക്കേണ്ട പെൺകുട്ടികൾ നന്നേ ചെറുപ്രായത്തിൽ തന്നെ കാമഭ്രാന്തന്മാരായ ഇതുപോലുള്ള പിശാചുക്കളുടെ ജഡാസക്തികൾക്ക് ഇരയായി ഇഞ്ചിഞ്ചായി നശിച്ചു എന്നത് സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമായ ബ്രിട്ടന്റെ തലയിൽ വന്നു വീണ കനത്ത ദുരന്തവും അപമാനവും തന്നെയായിരുന്നു. പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ വംശജരായ പുരുഷന്മാരുടെ നേതൃത്വത്തിലുള്ള ഗ്രൂമിംഗ് സംഘം ദുർബലരായ വെള്ളക്കാരെയും മറ്റ് അമുസ്ലിം പെൺകുട്ടികളെയും ബലാത്സംഗം ചെയ്യുന്നു എന്ന വിഷയം ആദ്യം വ്യാപകമായി അറിയപ്പെട്ടത് UK നഗരങ്ങളായ റോദർഹാം, റോച്ച്ഡെയിൽ, ടെൽഫോർഡ് എന്നിവിടങ്ങളിലായിരുന്നു. ഈ കേസിൽ നിരവധി പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തീവ്രവാദികൾ അറസ്റ്റിലാവുകയും കാലങ്ങൾ മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ എല്ലാം തേഞ്ഞുമാഞ്ഞു പോയി എന്ന് ഇവർ കരുതിയിരിക്കുകയും ചെയ്തപ്പോഴാണ് കഴിഞ്ഞ ദിവസം ഗ്രൂമിംഗ് സംഘങ്ങളുടെ അഴിമതിയെക്കുറിച്ച് എക്സ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇതേക്കുറിച്ച് ചൂടേറിയ സംവാദം നടന്നത്. എക്സ് സോഷ്യൽ മീഡിയയെ യുദ്ധക്കളമാക്കി മാറ്റിയ ആ ചർച്ചയിൽ മാധ്യമരാജാവും അമേരിക്കയിൽ വരാൻ പോകുന്ന റിപ്പബ്ലിക്കൻ സർക്കാരിന്റെ മുഖ്യ ഉപദേഷ്ടാവുമായ എലോൺ മസ്കും ബ്രിട്ടീഷ് എഴുത്തുകാരിയായ JK റൗളും മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്ന ലിസ് ട്രസും UK-യിലെ കുട്ടികളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്യുന്ന കേസുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ലേബർ സർക്കാർ കാട്ടിയ അലംഭാവത്തെയും സ്റ്റാർമർ സർക്കാരിനെയും ബ്രിട്ടീഷ് പെൺകുട്ടികളെ മാലിന്യങ്ങളെന്നും വേശ്യകളെന്നും വിശേഷിപ്പിക്കുകയും വെള്ളക്കാരായ പെൺകുട്ടികളെയും മുസ്ലിമുകളല്ലാത്ത പെൺകുട്ടികളെയും മാത്രം ടാർഗറ്റ് ചെയ്ത് പ്രവർത്തിച്ച ഇത്തരം ഗ്രൂമിംഗ് ഗ്യാങ്ങുകളെ അഴിച്ചുവിട്ട് കയ്യും കെട്ടി നോക്കി നിന്ന ലേബർ ഭരണകൂടത്തെയും പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടായിരുന്നു ചർച്ചകൾ നടന്നത്. ഇത്തരത്തിൽ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ ഗ്രൂമിംഗ് സംഘങ്ങളെ അഴിഞ്ഞാടാൻ അനുവദിച്ച ലേബർ പാർട്ടിക്കും ഇപ്പോഴത്തെ പ്രധാനമന്ത്രി കീർ സ്റ്റാർമർക്കും വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിശിതമായ വിമർശനമാണ് മസ്ക് നൽകിയത്. ആ കാലഘട്ടത്തിൽ ബ്രിട്ടനിൽ അധികാരം കയ്യാളിയിരുന്നവരെല്ലാം ഗ്രൂമിംഗ് ലൈംഗിക ചൂഷണ കുറ്റത്തിന് അകത്ത് കിടക്കേണ്ടവർ ആണ് എന്നും അവർ ജയിലിൽ കഴിയേണ്ടി വരുമെന്നും ബലാത്സംഗം പോലുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾക്ക് പ്രതികൾക്കെതിരെ കേസെടുക്കാൻ പോലീസിന് ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിന്റെ അനുമതി ആവശ്യമായിരുന്നുവെന്നും പെൺകുട്ടികളെ ചൂഷണം ചെയ്യാൻ ബലാത്സംഗ സംഘങ്ങൾക്ക് മൗനമായ അനുവാദം നൽകിക്കൊണ്ട് പ്രോസിക്യൂഷൻ അനുമതി നിഷേധിച്ച 2008-2013 കാലഘട്ടത്തിൽ ക്രൗൺ പ്രോസിക്യൂഷൻ സർവീസിന്റെ തലവൻ ഇപ്പോഴത്തെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ആയിരുന്നു എന്നും ഉള്ള എലോൺ മസ്കിന്റെ വെളിപ്പെടുത്തലുകൾ കേട്ട് ലോകം അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോവുകയായിരുന്നു. ജനാധിപത്യത്തിന്റെയും ലിബറലിസത്തിന്റെയും പേരിൽ ബ്രിട്ടനിലേക്ക് ചേക്കേറിയ പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ കുടിയേറ്റക്കാരിൽ റാഡിക്കലൈസ്ഡ് മനോഭാവമുള്ളവർ ഏർപ്പെട്ടിരിക്കുന്നത് ഈ തരം താണ പ്രവൃത്തികൾ കൂടാതെ ബ്രിട്ടന്റെ സംസ്കാരത്തെ തന്നെ ഹൈജാക്ക് ചെയ്യുന്ന തീവ്ര യജ്ഞത്തിൽ തന്നെയാണ് എന്നുള്ളതിന്റെ റിപ്പോർട്ടുകൾ ഒരുപാട് റിപ്പോർട്ടുകൾ കഴിഞ്ഞ കാലങ്ങളിൽ പുറത്തു വന്നതാണ്. കൗതുകം നിറഞ്ഞു നിൽക്കുന്ന കൗമാരപ്രായത്തിൽ കൊച്ചു പെൺകുട്ടികളുടെ ദൗർബല്യങ്ങളിൽ പിടിമുറുക്കുന്ന തരത്തിൽ
പ്രണയത്തിന്റെ ചക്രവർത്തമാനങ്ങളുമായി സുന്ദരഭാവങ്ങളോടെ മുഖം മൂടി വെച്ച് ഇത്തരം ചെന്നായ്ക്കൾ വരുമ്പോൾ തിരിച്ചറിവില്ലാത്ത പെൺകുട്ടികൾ അതിൽ വശംവദരായി പോകുന്നത് സ്വാഭാവികമാണ്. ഈ തെമ്മാടിത്തരത്തിന്റെ ഇന്ത്യൻ പതിപ്പാണ് ലവ് ജിഹാദെങ്കിൽ പോളണ്ടിൽ ഇത് അറിയപ്പെടുന്നത് ലവർ ബോയ്സ് എന്നാണ്. ഇങ്ങനെ ഈ രീതിയിലുള്ള പ്രലോഭനങ്ങളും ചതിക്കുഴികളും അതുപോലെ തന്നെ ഈ രീതിയിലുള്ള തീവ്രവാദവും ലോകമാസകലം പടർന്നു കിടക്കുന്ന ഒരു പ്രതിഭാസമാണ്. അനേകം പെൺമക്കളുടെ ജീവിതം കോഞ്ഞാട്ടയാക്കിയ ഈ മാരക തിന്മയെ വസ്തുനിഷ്ഠമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെളിപ്പെടുത്തിയ കേരള സ്റ്റോറി എന്ന സിനിമയ്ക്കെതിരെ കക്ഷിഭേദമന്യേ ഇവിടെ ഉണ്ടായത് കടുത്ത പ്രതിഷേധങ്ങളായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിന് പിന്തുണ കൊടുത്തു. ആരും ഈ പെൺകുട്ടികളുടെയോ ആ കുടുംബങ്ങളുടെയോ ആവലാതിയും വേദനയും കാണാൻ ഉണ്ടായിരുന്നില്ല. ദൈവഭയത്തിനും വേദപുസ്തകത്തിന്റെ ഉപദേശത്തിനും തലമുറകളെ വളർത്തുക, അവരുടെ മുന്നിൽ മാതൃകയുള്ള ജീവിതം നയിച്ചു കാണിക്കുക, അവർക്കായി നിരന്തരമായി പ്രാർത്ഥിക്കുക, ഇത് മാത്രമാണ് ഈ കാലഘട്ടത്തിൽ, ഇതുപോലുള്ള തീവ്രവാദികൾ വാഴുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് എന്ന് ഓർത്തിരിക്കുക. ന്യൂസ് സ്കാൻ സമാപിക്കുന്നു. ഇനി അടുത്തയാഴ്ച.